ഇനി സുബ്ഹാനല്ലാഹ് വരാൻ പോകുന്നു, ഇലക്ഷൻ വരാൻ പോകുന്നു. ചർച്ചകളൊക്കെ ഇലക്ഷനായിരിക്കും. ഇനി ഞാൻ പറയട്ടെ, ഏതോ ഒരു മനുഷ്യൻ ജയിക്കുന്നു അല്ലെങ്കിൽ തോൽക്കുന്നു, അല്ലെങ്കിൽ ആരോ ഒരു വിഭാഗം ഭരണത്തിൽ കയറുന്നു അല്ലെങ്കിൽ ഇറങ്ങുന്നു. അല്ലാഹുവേ, രാജ്യത്തിന് ഗുണം ലഭിക്കുന്നവർ, സമൂഹത്തിന് നന്മ ലഭിക്കുന്നവർ, അവർക്ക് നീ ഭരണം കൊടുക്കണം അല്ലാ. നമുക്കതിന് പ്രാർത്ഥിക്കാം. പക്ഷേ അതിന്റെ പേരിൽ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും, അതിന്റെ പേരിൽ തമ്മിൽ തല്ലലും തമ്മിൽ കൊല്ലലും സുബ്ഹാനല്ലാഹ് സർവനാശങ്ങളും ഉണ്ടാക്കുന്ന ഏർപ്പാടില്ലേ? രാഷ്ട്രീയം ഇങ്ങി വരുമ്പോഴേക്ക് ദീന് വലിച്ചെറിയുന്ന ചില സ്വഭാവങ്ങളില്ലേ? അസറും ഖലാക്കിയുള്ള പ്രകടനങ്ങള്, മഗ്രിബും ഖലാക്കിയുള്ള സിന്ദാബാദുകള്. സുബ്ഹാനല്ലാഹ്, ദീനിന്റെ കാര്യവും അതെ ദുന്യാവിന്റെ കാര്യവും വരുമ്പോ ദുന്യാവിന്റെ കാര്യത്തിന് സ്ഥാനം കൂടുതൽ കൊടുക്കുന്ന പരിപാടികള്. ലാ തസൂലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പടച്ചവന്റെ കോടതിയിൽ ഒരാളെ കാലും നീങ്ങൂല. അന്നുംരിഹി ഫീമ അഫ്നാ, നിന്റെ ആയുസ് എന്തിലാണ് നീ നശിപ്പിച്ചത്? വഅൻ സബാബിഹി ഫീമ അബ്ലാ, യുവത്വം നീ ഏത് വിഷയത്തിലാണ് ദ്രവിപ്പിച്ചത്? വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖാ, നിന്റെ സമ്പത്ത് നീ എങ്ങനെ ഉണ്ടാക്കി, എവിടെ ചെലവഴിച്ചു? വഅൻ ഇൽമിഹി മാദാ അമില ഫീമ അലിമാ, പഠിച്ച ഇൽമനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചു? ഈ 5 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോ മറുപടി പറയേണ്ടവനല്ലേ ഞാൻ? മറുപടി പറയേണ്ടവരല്ലേ നാം? അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിന്റെ ദീനിന് വില കൽപ്പിച്ചുകൊണ്ട്, ആഖിറത്തിന് പ്രസക്തി കൽപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ.